എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം തിളപ്പിച്ച് അതിനകത്ത് ഒരു 5 മിനിറ്റ് മുക്കി വെച്ചതാണ്. അപ്പോൾ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് വേണം നെല്ലിക്ക അതിലേക്ക് ഇടാനായിട്ട്. ഒരുപാട് നേരം നമ്മൾ നെല്ലിക്ക അതിലിട്ട് വയ്ക്കരുത്, കാരണം ഇതങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ചധികം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കുമ്പോൾ കുറച്ചധികം തന്നെ എടുക്കുക, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അച്ചാറിനൊക്കെ. അപ്പോൾ നമുക്കിനി അച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ചീനച്ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുക് എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കുമ്പോൾ തീ ഒന്ന് കുറച്ച് വയ്ക്കാം. നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. നമ്മൾ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ തീ നല്ലതുപോലെ കുറച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ തന്നെ കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നെല്ലിക്കയിൽ ഉപ്പ് ചേർക്കുന്ന ചെറുതായിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. അത്യാവശ്യം പുളിയുള്ള നെല്ലിക്കയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3-3.5 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മിക്സ് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അഥവാ വെള്ളമായി ഉണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടായി പോകും. ഇതൊരു ഏകദേശം 1 മാസം വരെയൊക്കെ നമുക്ക് ഈ അച്ചാർ കേടുകൂടാതെ സൂക്ഷിച്ച് വയ്ക്കാം. നമ്മുടെ മിക്സ് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നെല്ലിക്ക നമുക്കിതിലേക്ക് ചേർക്കാം. ഒരു 2-3
മിനിറ്റ് കുറഞ്ഞ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ നെല്ലിക്ക ഉടഞ്ഞു പോവും. ഇപ്പം എല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റാം. നമ്മളെപ്പോഴും അച്ചാറൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ചില്ലുകുപ്പി തന്നെ ഇട്ട് വയ്ക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കേടായി പോകും. ഇപ്പം നമ്മുടെ നെല്ലിക്കച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം, ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.